തൂശനില മുറിച്ചു വെച്ചു തുമ്പപ്പൂ ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം ഒരുക്കി വെച്ചു. പുള്ളുകളുറങ്ങിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരേ. ഈ കോവിഡ് കാലം നമ്മളെല്ലാവരെയും വീട്ടിലിരുത്തിയപ്പോൾ നമ്മുടെ കുട്ടികളും വീട്ടിലുള്ളവരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പി ഭാസ്കരൻ മാസ്റ്ററും ബാബുക്കയും ജാനകിയമ്മയും നമുക്ക് നൽകിയ തച്ചോളി ഒതേനിലെ ഈ പാട്ട് പാടിയത്. നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ നമുക്കൊരു പ്രതിരോധം വേണം, ശാരീരികമായ പ്രതിരോധം. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്നാണ്. നല്ല ഉറച്ച ശരീരത്തിൽ, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. അതിനുള്ള ഏറ്റവും വലിയ പോംവഴി എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ലോക ഭക്ഷ്യദിനത്തിൻ്റെ ഭാഗമായി ഭക്ഷണത്തിൻ്റെ വൈവിധ്യമാർന്ന രുചിക്കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഏറ്റവും പ്രിയതരമായ ഒരു ഭക്ഷ്യവിഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, അത് അവിയൽ ആണ്. അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത? അവിയലിൻ്റെ പിന്നിൽ ഒരു പുരാവൃത്തവുമുണ്ട്, അതിന് പ്രത്യേകതയുണ്ട്. എല്ലാ പച്ചക്കറികളും അവിയലിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അവിയൽ ഉണ്ടായതിനെക്കുറിച്ച് മഹാഭാരതത്തിൽ വലിയൊരു പരാമർശമുണ്ട്. എന്താ കഥ വെച്ചാൽ അതെങ്ങനെയാണ്? വിരാടവാസകാലത്ത്, ഒരു വർഷത്തെ അജ്ഞാതവാസത്തിൻ്റെ സമയത്ത് പഞ്ചപാണ്ഡവന്മാർ വിരാട രാജാവിൻ്റെ രാജധാനിയിൽ പേര് മാറ്റി അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി പുറത്താകാതിരിക്കാൻ പേര് മാറി താമസിക്കുക. പാഞ്ചാലി സൈരന്ധ്രിയാകുന്നു. അർജുനൻ നൃത്തം പഠിപ്പിക്കുന്ന ബൃഹന്നത എന്ന ആണും പെണ്ണുമല്ലാത്ത ഒരു കഥാപാത്രമായി മാറുന്നു. ഭീമസേനൻ വലലനാകുന്നു. വലലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകക്കാരൻ എന്നാണ്. ഒരു ദിവസം പാചകം ചെയ്യാൻ ഒന്നും കിട്ടാതായപ്പോഴാണ് സാക്ഷാൽ ഭീമസേനൻ, ഭക്ഷണപ്രിയനായ ഭീമസേനൻ കയ്യിൽ കിട്ടിയ എല്ലാ പച്ചക്കറികളും കൊത്തി അരിഞ്ഞ് വെട്ടി ഇട്ടുകൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കി. അതാണത്രേ അവിയൽ. കലകളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ കല എന്ന് പറയുന്നത് പാചകമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണ വിഭവങ്ങളിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മളെല്ലാം പുതുയുഗത്തിലേക്ക് കടന്നപ്പോൾ അവിയലിന് സമാനമായ മറ്റൊരു ഭക്ഷണ വസ്തു നാം മേശപ്പുറത്ത് കരുതാറുണ്ട്. എന്താ? സാലഡ്. വിവിധങ്ങളായ പച്ചക്കറികൾ മുറിച്ചിട്ടുകൊണ്ട് അതിൽ ഒരല്പം നാരങ്ങ പിഴിഞ്ഞുകൊണ്ട് ഭക്ഷണത്തോടൊപ്പം വൈകുന്നേരം സാലഡ് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധം ഉണ്ടാവും എന്നാണ് ഈ ഭക്ഷ്യദിനത്തിൽ പറയാനുള്ളത്. ചെറുനാരങ്ങയുടെ പ്രത്യേകത അറിയാലോ. എന്തൊട്ടാണ് ഈ ചെറുനാരങ്ങ കോവിഡിന് ഏറ്റവും ബെസ്റ്റാണ്. ചെറുനാരങ്ങ കണ്ടു കഴിഞ്ഞാൽ കോവിഡ് ഓടി ഒളിക്കുന്ന പറയണേ. അപ്പോൾ ചെറുനാരങ്ങയും ചേർത്ത നമ്മുടെ സാലഡ് അങ്ങോട്ട് ശീലാക്കുക. ആധുനിക അവിയലായിട്ടുള്ള സാലഡിന് നമുക്ക് ഈ ഭക്ഷ്യദിനം അങ്ങോട്ട് സമർപ്പിക്കാം. കൊണ്ടാപപ്പടമെന്നൊരു ദിക്കിൽ, കൊണ്ടാപായസമെന്നൊരു ദിക്കിൽ, ചക്കപ്രഥമനോട് വക്കാണിക്കുന്നവരെ വെക്കത്തിൽ വിളിച്ചില വെക്കെന്ന് ഭീമസേനൻ. തോരൻ പരിപ്പൂചാറും ചീരക്കറിയും ഇഞ്ചി തൈരും പച്ചടി അതിൽ ചേരും വേപ്പിലക്കട്ടി നാരങ്ങ മാങ്ങ ചില നേരം ശാപ്പാടിങ്ങനെ.